ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ മുഖത്ത് ഒതുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നേരെ വട്ടവടയിലേക്കാണ്. അപ്പോൾ മൺസൂണൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ വട്ടവടയിലെ മൺസൂൺ ആഘോഷിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. വട്ടവടയിലേക്ക് പോരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ടോപ്പ് സ്റ്റേഷനും പിന്നെ നമ്മുടെ ഇരവികുളത്തും ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ വട്ടവടയുടെ ആ മൺസൂൺ കാലത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് നമ്മൾ വട്ടവടയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെയുള്ള ആ ഒരു ഗ്രാമക്കാഴ്ചകളാണ് കേട്ടോ അവിടെ കാണുന്നതെല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊക്കെ നേരെ പോകാം. അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ തിരിച്ച് പോകാൻ തുടങ്ങുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ആ ടോപ്പിലൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ഭയങ്കര മഴയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം മഴയുടേതായ എല്ലാവിധ ഒരു അന്തരീക്ഷവും ഇവിടെ ഉണ്ടായിരുന്നു. മഴ ഉണ്ടായിരുന്നു കേട്ടോ, മഴയുണ്ട്. പക്ഷേ കണ്ടിന്യൂ ആയിട്ടുള്ള മഴയല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ മാമലക്കണ്ടം വഴിയാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോയത്. അപ്പോൾ ഇപ്പം മൺസൂൺ സമയം ആയതുകൊണ്ട് തന്നെ മാമലക്കണ്ടം ആ ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല രസമായിരിക്കുമല്ലോ. ആ കുട്ടമ്പുഴയിൽ നിന്ന് കാടിനുള്ളിലൂടെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ നീർച്ചാലുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാട്ടരുവികളും താണ്ടിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല സുഖമുള്ളൊരു അനുഭവം തന്നെയായിരിക്കും. ആ കാടിൻ്റെ ആ ഒരു വശ്യതയും അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടും ഈ വെള്ളത്തിൻ്റെ ആ ഒരു കളകള ശബ്ദവും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ ആ തണുപ്പും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാലൊക്കെ നനച്ച് അല്ലെങ്കിൽ കുളിക്കണമെന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയൊക്കെ പോകാം. കാടായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അവിടെ തങ്ങുന്നത് അത്ര നല്ലതല്ല. കാരണം ആനകളൊക്കെ എപ്പോഴും ഇറങ്ങുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ മാമലക്കണ്ടം വഴി തന്നെയാണ് ഈ തവണയും ഞങ്ങൾ പോയത്. ഇപ്പോൾ ഈ വർഷം തന്നെ ഒരുപാട് പ്രാവശ്യം തന്നെ ഈ ഒരു റൂട്ടിലൂടെ പോയിട്ടുണ്ട്, KSRTC ട്രിപ്പുകളായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും ഈ മൺസൂൺ കാലത്ത് ഈ മഴയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ പോകുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. മാമലക്കണ്ടം യാത്രയിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു നാരോ റോഡ് അല്ലെങ്കിൽ ഈ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മരങ്ങളുടെ ആ ഒരു ശിഖരങ്ങളും എല്ലാം ചേർന്ന ആ ഒരു ഭൂപ്രകൃതി, അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ നേരിട്ട് നമ്മൾ പോകുന്നത് പോലെ തോന്നുന്ന അല്ലെങ്കിൽ എന്താ പറയുക കാടിൻ്റെ ഉള്ളിലൂടെ ഒരു റോഡിലൂടെ അല്ലാതെ പോകുന്നത് പോലെ തോന്നുന്ന ഒരു പ്രതീതി അത് ഈ മാമലക്കണ്ടം യാത്രയിലായിരിക്കും ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത്. കാരണം കിലോമീറ്ററോളം എന്ന് പറയുന്നത് പോലെ റോഡ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ ഏതെങ്കിലും ഒരു വാഹനങ്ങളൊക്കെ വന്ന് സൈഡ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ബസ്സുകൾ അങ്ങനെ അധികം പോകുന്ന റൂട്ടല്ല, 1-2 ബസ്സെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ KSRTCയുടെ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ട്രിപ്പ് ഇതിലൂടെ പോകുന്നുണ്ട്. പല ഇതിൽ നിന്നുള്ള ഇപ്പോൾ ആലുവ, പെരുമ്പാവൂർ അല്ലെങ്കിൽ അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള ട്രിപ്പുകൾ ഈ റൂട്ടിലൂടെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ എതിരെ ഏതെങ്കിലും ഒരു വാഹനം, കാറുകൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ നേരത്തെ ഇത്തിരി പണിപ്പാടായിരിക്കും എന്ന് മാത്രമാണ് ഈ റൂട്ടിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഈ ദേശാടന കിളികൾ ശരിക്കും ഒരു അത്ഭുതമാണ് അല്ലേ? ആ ഒരു മഴക്കാലം അങ്ങോട്ട് തുടങ്ങുമ്പോൾ മൺസൂൺ അങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര കാതങ്ങളപ്പുറത്ത് നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് കടൽ മുറിച്ച് കടന്ന് നമ്മളുടെ ഈ ഒരു ഏരിയയിലേക്ക് കഴിഞ്ഞ തവണ വന്ന അതേ ഏരിയയിലേക്ക് തന്നെ അവ ഞാറൊക്കെ നടുന്ന അതേ സമയമാകുമ്പോൾ, കണ്ടങ്ങളൊക്കെ ഉഴുത് മറിച്ച് ഇടുന്ന സമയമാകുമ്പോൾ കൃത്യമായി തേടി പിടിച്ച് അവ എത്തും കേട്ടോ. എല്ലാ വർഷവും എൻ്റെ വീടിൻ്റെ അടുത്തും ഞാൻ ഇതുപോലെ ഇവ സ്ഥിരമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്.
മാമലക്കണ്ടം സ്കൂളിനെ കുറിച്ച് പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. മാമലക്കണ്ടം അതിൻ്റെ സകല പ്രൗഢിയോടും കൂടി ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലാണ് മാമലക്കണ്ടം ആ സ്കൂളിന് ആ ഒരു പ്രൗഢിയുള്ളൂ. വെള്ളച്ചാട്ടം ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ സകല ആ ഒരു പ്രൗഢിയോടും കൂടി നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഇന്നിപ്പോൾ വന്നപ്പോഴും ഇവിടെ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറേ നേരം ചിലവഴിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വട്ടവടയും അല്ലെങ്കിൽ ഇരവികുളവും മൂന്നാറും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇവിടെയൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിലൊക്കെ അത്യാവശ്യം ഒന്ന് ഇറങ്ങി കയറിപ്പോയിരുന്നതാണ്. അട്ടയുടെ ശല്യമുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള പല ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ഇറങ്ങി ആണ് ആളുകൾ എപ്പോഴും പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വട്ടവട ആയതുകൊണ്ട് നമ്മളങ്ങനെ മൂന്നാറിൽ അധികം തങ്ങിയില്ല കേട്ടോ. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള ആ തേയിലത്തോട്ടമാണ് കേട്ടോ ഇത്. ഈ ഭാഗത്തൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഏപ്രിൽ മെയ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവർക്ക് എന്ന് പറയുന്നത് ഇവിടെ കൊട്ടവഞ്ചി സഫാരി അതേപോലെയുള്ള ചില എന്താ പറയുക ജലാശയവുമായി ബന്ധപ്പെട്ടുള്ള ചില ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അവർക്ക് കുറച്ച് മങ്ങലായി കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ കുറച്ച് കുറവായി കാണും. കാരണം അവർക്ക് ഈ വെക്കേഷൻ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം തീരെ കുറവാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പിലാണെങ്കിലും നമ്മുടെ എക്കോ പോയിൻ്റ് ചെന്നപ്പോഴാണെങ്കിലും അവിടെ വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും എക്കോ പോയിന്റിൽ വെള്ളം വറ്റി ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. വെള്ളം വറ്റി കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അത്ര വറ്റി കിടക്കണ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എക്കോ പോയിന്റിൽ വേനൽ അങ്ങോട്ട് മാറിയതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും വെള്ളമില്ലാത്തത്, ഒരുപാട് വറ്റിപ്പോയി കാണുമെന്നൊക്കെയാണ് ഞാൻ ധരിച്ചത്. പക്ഷെ അതുകൊണ്ടല്ലാണ്ട് അവിടെ വെള്ളം അധികം അങ്ങനെ അത്ര താഴ്ന്നു കിടക്കുന്നത്. അതിന് കാരണമുണ്ട്. അത് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ വഴിയെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഏപ്രിൽ മെയ് മാസമൊക്കെ കഴിഞ്ഞതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജൂൺ ഒരു 2ാം വാരത്തോടു കൂടിയാണ് ഞാൻ പോയത്. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് തിരക്ക് അത്ര അധികമില്ല. എന്നാലും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കൂടുതലും എന്താ പറയുക തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ ആയിരുന്നു കൂടുതലും ആ സമയത്ത് ഞാനവിടെ കണ്ടത്. അപ്പോൾ മലയാളികളും ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു എല്ലാവരും ഏപ്രിൽ മെയ് മാസത്തിൽ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് കുട്ടികളുടെ സൗകര്യമൊക്കെ നോക്കി ആ ഒരു സമയമാണല്ലോ എപ്പോഴും ഇങ്ങനെയുള്ള ട്രിപ്പുകൾക്ക് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൂന്നാറ് ഭാഗങ്ങളൊക്കെ മൂന്നാറിൽ വന്നു പോകാം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വട്ടവടയിൽ വന്നു പോകാം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ വട്ടവടയുടെയും അല്ലെങ്കിൽ മൂന്നാറിൻ്റെയും ആ ഒരു നല്ല ഒരു ഭംഗി അല്ലെങ്കിൽ തണുപ്പും എല്ലാം അടങ്ങുന്ന ആ ഒരു ഭംഗി നമുക്ക് ആ സമയത്ത് വന്നാൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ. ഇവിടെ മൊത്തം വരണ്ട് കിടക്കുകയാണ് എക്കോ പോയിൻ്റ്. എക്കോ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വളവിന് അപ്പുറത്താണ് ശരിക്കും എക്കോ പോയിൻ്റ്. അതിൻ്റെ തൊട്ടിപ്പുറയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്. മൺസൂൺ കാലമാണെങ്കിലും എക്കോ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറും. അപ്പോൾ വെള്ളം കയറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വെള്ളത്തടിയിൽ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ മൊത്തം വരണ്ട് ഇതായി കിടക്കുക. പക്ഷെ അത് നല്ല രസമാണ് കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു പോയിൻ്റാണ്. ഇപ്പോൾ അതേ അഖിലൊക്കെ അവിടെ നിന്ന് ആ ഒരു ഫ്രെയിമിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്യും. In the morning I wake up feeling no pain, long stretches I get to remember it. Then I see my baby
place I can hide. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love's gonna make it right. വട്ടവടയെ അതിൻ്റെതായ ഒരു പ്രൗഢിയിൽ നിലനിർത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നിൽക്കുന്ന പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ വഴിത്താരകൾ തന്നെയാണ് കേട്ടോ. ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. സാധാരണ രീതിയിൽ വട്ടവടയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും ആനയെ കാണാറുള്ളതാണ്. ഇപ്പോൾ പോയപ്പോഴും ആനയുണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് താഴ്വാരത്തായിരുന്നു എന്ന് മാത്രം. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെ ആനയുടെ വീഡിയോയോ ഫോട്ടോയോ ഒന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ചില ഏരിയയിൽ, പ്രത്യേകിച്ച് ആ ചെക്ക് പോസ്റ്റ് മുതൽ ഉള്ള വട്ടവടയുടെ ആ ചെക്ക് പോസ്റ്റ് മുതൽ നമ്മുടെ പാമ്പാടുംചോല ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു വീഡിയോയോ അങ്ങനെയുള്ളതൊന്നും അധികം അങ്ങനെ ആരും എടുക്കാറില്ല. അപ്പോൾ അതാ പോണ വഴിക്ക് നമ്മൾ വണ്ടിയിലിരുന്ന് കണ്ട കാട്ടുപോത്തുകളാണ് കേട്ടോ ഇത്. കുറച്ചധികം ഈ റൂട്ടിൽ എപ്പോഴും നമുക്ക് കാട്ടുപോത്തുകൾ വളരെയധികം കാണാൻ കിട്ടാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഫാമിലിയുമായിട്ട് വരുന്ന സമയത്ത് റോട്ടിൽ തന്നെ ഇതേപോലെയുള്ള നല്ല ഉശിരൻ കാട്ടുപോത്തുകൾ ഇഷ്ടംമാതിരി അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പോയത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് എത്തി. ആ ഒരു വട്ടവടയുടെ ആ ഒരു വരുമ്പോൾ തന്നെയുള്ള ആ ചെറിയ പട്ടണം അടങ്ങിയ ആ ഒരു ഭാഗം, പട്ടണം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഗ്രാമത്തെ വച്ച് നോക്കുമ്പോഴുള്ള ഒരു പട്ടണം പോലെയുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെയുള്ളൊരു മഡ് ഹൗസിലാണ് നമ്മൾ തങ്ങിയത്. നല്ല സുന്ദരമായ സൗകര്യങ്ങളുള്ള ഒരു മുറി തന്നെയായിരുന്നു അത്. എന്താ പറയുക, കൂടുതൽ എന്താ പറയുക, ഒരുപാട് സൗകര്യങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിലും പക്ഷേ അകത്ത് നല്ല അതിവിശാലമായ റൂമുകളും നല്ല നീറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള റൂമായിരുന്നു. സുഭാഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ നടത്തുന്ന ഒരു ഹണി ബി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു റൂം കിട്ടിയത്. Sweating, shaking all over. Imagine you're here. I'm looking up at the door. I'm a better man with your love than without. Stuck in the seal, I may never make it out. നമ്മളങ്ങനെ വട്ടവടയിലെത്തിയിട്ട് രാത്രി മഡ് ഹൗസിലൊക്കെ തങ്ങി. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവരും അവിടെ കുളിച്ച് റെഡിയായി കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന മൺസൂൺ അങ്ങോട്ട് തുടങ്ങി ഒരു സമയമാണ് എന്നിരുന്നാൽ തന്നെയും അങ്ങനെ അധികം എന്താ പറയുക മഴ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇവിടെ ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം കോടയും കാര്യങ്ങളും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വരുംതോറും കൂടുതലും അങ്ങോട്ടേക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആവും. മേളിലൊക്കെ നന്നായിട്ട് കോട കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇങ്ങോട്ടേക്ക് അധികം കോട കൊണ്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ താഴ്വാര പ്രദേശത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് അധികം കോടയൊന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ വട്ടവടയുടെ മണ്ണിലൂടെ പിന്നെ ചുമ്മാ കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്നതാണ്. നമുക്ക് പച്ചക്കറി തോട്ടത്തിലൊക്കെ ഇവിടെയൊക്കെ പോകട്ടോ. തോട്ടത്തിൽ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ച് പോവാം. ഇവിടെയൊക്കെ അത്യാവശ്യം സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൺസൂൺ കാഴ്ച. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ വെക്കേഷൻ സമയത്തൊക്കെയാണ് കൂടുതൽ ആളുകളും ഇങ്ങനെ വട്ടവട ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ചകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല മഴയൊക്കെയുള്ള, ഇടയ്ക്ക് മഴയൊക്കെ എന്ന് വേനൽ മഴ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഇതുണ്ടാവുള്ളൂ. ഈ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം വരണ്ട് കിടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം സമയത്ത് വന്ന കാഴ്ചകൾ നല്ല വിശാലമായ കാഴ്ചകൾ. നമ്മൾ വട്ടവടയിലൊക്കെ വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താ, കൂടുതലും തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ആ ഒരു സീസണിൽ വരുന്നത് നമുക്ക് കിട്ടുന്നത് കുറവായിരിക്കും. അത് ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പായി കോടയൊക്കെ ആയി
അപ്പോൾ അതിൻ്റെ ആ ഒരു ശീതളിമ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ടേ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം കേട്ടോ. Just a little, take me along the way. Won't you visit? Won't you stop by to stay? I'm a better man with your love than without. In the cell, I may never make it out. And in the morning, I'm wondering how I'm gonna get through the night. I'm sick and weary. അപ്പോൾ ഇതെല്ലാം ഉരുളക്കിഴങ്ങാണല്ലേ? ഇത് ഉരുള. ഇപ്പോൾ കൂടുതൽ ഉരുളക്കിഴങ്ങാണോ നടന്നത്? വെളുത്തുള്ളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. ക്യാരറ്റ് ഇവിടെ ഉണ്ടോ? മേളിലുണ്ടോ? ഇവിടെ ഇല്ല. ഇതെല്ലാം വെളുത്തുള്ളിയാണ് കേട്ടോ. അതായത് പറമ്പ്. ആ നമ്മൾ ഇവിടുന്ന് രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണേ. കാരണം ഇനി നേരെ ടോപ്പിലൊന്ന് പോകണം. പിന്നെ ഞാൻ പറഞ്ഞ സ്ട്രോബെറിയുടെ തോട്ടങ്ങളിലൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇന്നലെ വന്നപ്പോൾ കയറാതിരുന്ന 1-2 സ്ഥലങ്ങളുണ്ട്. അവിടെയും കൂടി ഒന്ന് കയറി ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. അതേപോലെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ എല്ലാം ഇപ്പോൾ അതേ കോട കയറി കേട്ടോ. ശരിക്കും ആ കോട പെയ്യുന്നത് ചെറിയ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പെയ്യുന്നത് നമുക്കറിയാം കേട്ടോ. ഒരു രസമാണ് അത് അങ്ങനെ ആ ഒരു തുള്ളികളിങ്ങനെ പതിച്ചുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട്. വട്ടവടയുടെ താഴ്വാര ഭാഗത്താണ് ഞാൻ തങ്ങിയതെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്ന ടോപ്പ് വ്യൂയിലേക്കാണ്. അപ്പോൾ ടോപ്പിൽ ചെന്ന് നമുക്ക് താഴ്വാര പ്രദേശങ്ങളെല്ലാം കാണാം. പിന്നെ പോകുന്ന വഴിക്ക് പച്ചക്കറി തോട്ടങ്ങളുണ്ട്, വേറെയും എന്താ പറയുക വില്ലേജുകൾ വേറെയും ഉണ്ട്. അതേപോലെ തന്നെ പഴത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വട്ടവട എന്ന വിശാലമായ മലകൾക്ക് ചുറ്റും ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ആ താഴ്വാര പ്രദേശത്ത് കൃഷി ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം കഠിന അധ്വാനം കൊണ്ട് അവർ അവിടെ കൃഷി ചെയ്ത് വിളയിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വട്ടവട എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കൊടൈക്കനാലുണ്ടല്ലോ, കൊടൈക്കനാലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂക്കൽ, മന്നവന്നൂർ എന്നൊക്കെ പറയുന്ന വില്ലേജുകളുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ നേരത്തെ ഞാൻ പോയ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മന്നവന്നൂർ എന്ന് പറയുന്നതാണ് കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള ഏറ്റവും ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ആ മന്നവന്നൂർ ഭാഗത്ത് നിന്ന് ഈ വട്ടവടയിലേക്ക് കാടിനുള്ളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു 10 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാം, ഈ വട്ടവടയിൽ എത്തിച്ചേരാം. പക്ഷേ അങ്ങനെയുള്ള ഒരു റൂട്ട്, ഫോറസ്റ്റിൻ്റെ ആ റൂട്ട് ഒരിക്കലും ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇപ്പോൾ അതിലൂടെ അങ്ങനെ കടന്നു വരാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അത്ര അടുത്താണ് ശരിക്കും വട്ടവടയും കൊടൈക്കനാലും തമ്മിലുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത് വളരെ അടുത്താണ്. മന്നവന്നൂർ എന്ന് പറയുന്ന സുന്ദരമായ ഒരു ഗ്രാമം ഇതിൻ്റെ ഒരു മലകൾക്ക് അപ്പുറത്താണ് കേട്ടോ.
നമ്മളങ്ങനെ വട്ടവടയുടെ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടോ. കുറേ ഫാമുകളൊക്കെ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഈ ബീൻസ് അതേപോലെയുള്ള സ്ട്രോബെറി ഒന്നും അങ്ങനെ അധികം വിളഞ്ഞു നിൽക്കുന്ന സമയമല്ല. മറ്റേ ബീൻസ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അതേപോലെയുള്ള ക്യാരറ്റ് അതുപോലെയുള്ള കുറേ പച്ചക്കറികളൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് ഇത് ഇപ്പം നിൽക്കുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സ്ട്രോബെറി, ബീൻസ് ഇതേപോലെയുള്ള പച്ചക്കറികൾ മാത്രം വിളഞ്ഞു നിൽക്കുന്നത് കാണുക എന്നുള്ളതല്ല വട്ടവടയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോട നിറഞ്ഞു നിൽക്കുന്ന ആ തണുത്ത അന്തരീക്ഷത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകളുടെ അതിജീവനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം ഇത്ര അധികം മണ്ണിനോട് അവർ പോരാടിയാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്. ആ തണുപ്പിലും അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു എന്താ പറയുക ലീലാവിലാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രകൃതിയുടെ ആ ഒരു ഇതിലെല്ലാം അതിനോടെല്ലാം മല്ലടിച്ചുകൊണ്ടൊക്കെയാണ് ഇവരിവിടെ കൃഷികളും എല്ലാം ചെയ്ത് ഇവർ നമ്മൾ എന്താ പറയുക കേരളീയർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൃഷി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതും ഇതേപോലെയുള്ള സ്ഥലത്ത് നിന്ന് വരുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇവരുടെ അതിജീവനത്തിൻ്റെയും കൂടി ഒരു കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വട്ടവട അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് ഇപ്പോൾ ഊട്ടിയായാലും മറ്റേ കൊടൈക്കനാലായാലും ഇതേപോലെയുള്ള ഏരിയയിലേക്കൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ ഹിൽ സ്റ്റേഷനുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ തങ്ങിയ ആ ഒരു വില്ലേജ് ആ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ആ ടോപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ ആ റൂമിലൊക്കെ തങ്ങിയ റൂമുകളും ഒക്കെയാണ് ആ ഭാഗത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വട്ടവടയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചിട്ട് നേരെ ഇനി പോകാൻ പോകുന്നത് ഇരവികുളത്തേക്കാണ്. ഇരവികുളത്ത് ചെല്ലുമ്പോൾ ഇവിടത്തേനേക്കാൾ ഇതാ കണ്ടില്ലേ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. ഇരവികുളം എപ്പോൾ ചെന്നാലും ഇതേപോലെ കോടം നിറഞ്ഞു നിൽക്കുന്ന മറയൂർ എപ്പോഴും തണുപ്പിൻ്റെയും മഞ്ഞിൻ്റെയും അല്ലെങ്കിൽ കോടയുടെയും ഒക്കെ ഒരു പ്രദേശം തന്നെയാണല്ലോ. അപ്പോൾ മറയൂരിനോട് അടുത്ത് കിടക്കുന്ന ഇരവികുളം അതിന് വ്യത്യസ്തമല്ല. എപ്പോൾ ചെന്നാലും ഇതേപോലെ ഒരു അന്തരീക്ഷം മിക്കവാറും സമയത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചെന്ന് അങ്ങനെ ഞങ്ങൾ ആ ഒരു കാഴ്ചകൾ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വരയാടുകളെയും കണ്ടത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വരയാടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം മേളിലേക്ക് കയറിപ്പോയിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവ തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. ഇവ കഴിഞ്ഞ തവണത്തെ പ്രസവത്തിലുണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ വരയാടുകളെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ തൊടാതെ ഇരിക്കാനും അല്ലെങ്കിൽ എപ്പോഴും ഈ വരയാടുകൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക ഏരിയകളുണ്ട്. ആ ഭാഗത്ത് എപ്പോഴും അവിടുത്തെ ഗാർഡുകൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിട്ടുണ്ടാവും. കാരണം നമ്മൾ അവയെ തൊടാതെയും അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും പേടിപ്പിക്കാതെയോ ഉപദ്രവിക്കാതെയോ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. മൂന്നാറിലെ ഈ രാജമലയിൽ ഇപ്പോൾ പരിമിതമായ വരയാടുകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് അതിനെ പരിപാലിക്കുന്നുണ്ട്. ഏപ്രിൽ മെയ്ക്ക് മുമ്പ് അതായത് മാർച്ചിലാണ് ഇതിൻ്റെ പ്രജനന സമയം എന്നുള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ എപ്പോഴും പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരിക്കും അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിലാണ് വീണ്ടും തുടക്കുന്നത്. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു വരയാടിൻ്റെ ആ ഒരു മുഖത്തിൻ്റെ അല്ലെങ്കിൽ ആ കൊമ്പുകൾക്കിടയിലൂടെ അങ്ങ് ബ്ലറായിട്ട് അങ്ങ് താഴെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫ്രെയിം ആ വരയാട് നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ വരയാടുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ചെങ്കുത്തായ സ്ഥലത്തു കൂടെയും അതുപോലെ തന്നെ പാറകൾക്ക് മുകളിലൂടെയും ഒക്കെ നടക്കാനുള്ള അതിൻ്റെ ഒരു പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക കഴിവ്. അപ്പോൾ ഈ തവണ ഉണ്ടായ വരയാടുകളുടെ ആ കുഞ്ഞാണ് കേട്ടോ അതിനകത്ത് കാണുന്നത്. അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ കുറച്ച് ടോപ്പിലൂടെ മഞ്ഞുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ കോടയിൽക്കിടയിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു. ആനമുടി എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു പീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്ര ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. ആനമുടിയിലേക്ക് അങ്ങനെ ട്രെക്കിംഗ് ഒന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ ആനമുടി ഈ മലയുടെ ഉൾപ്പെടെ അപ്പുറത്തേക്കാണ് ആനമുടി എന്ന് പറയുന്ന ഏറ്റവും ഉയരം കൂടിയ പ്രദേശമുള്ളത്. അപ്പോൾ ഈ മലകളും ഉൾപ്പെടുന്നതാണ് ആനമുടി എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള വില്ലേജുകളുണ്ട്. വില്ലേജ് മീൻസ് ട്രൈബ് ഗോത്ര വിഭാഗങ്ങളുടെ കോളനികളുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്,
ഈ വഴിയിലൂടെ അങ്ങോട്ടേക്കാണ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർ പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുകയായിരുന്നെങ്കിൽ, ആ ഒരു ഭാഗവും കാഴ്ചകളും ഒക്കെ അറിയാൻ പറ്റുകയായിരുന്നെങ്കിൽ എന്നൊക്കെ എപ്പോഴും ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ആ വഴിയിലൂടെ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ട്രക്കിങ്ങൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇപ്പം എന്തായാലും ആ ഭാഗത്തേക്കൊന്നും ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ അങ്ങനെ തീരെയാണ്. ഇപ്പോൾ വട്ടവടയുടെ കാഴ്ചകളും ഈ ഒരു ഇരവികുളത്തിൻ്റെ കാഴ്ചകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഈ മൂന്നാറിൻ്റെ മൺസൂൺ കാഴ്ചകളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.